ഏയ് ഉം. എനിക്ക് ഒരു ഓട്ടം പോകാനുണ്ട്. ഓട്ടം പോകണ്ട. നീ വരുവോ? വരാ ഇപ്പൊ തന്നെ. ഇപ്പൊ ആ എവിടെയാന്ന്? അത് കുറച്ച് ദൂരെയാ. ദൂരമുണ്ടോ? ദൂരെയാന്ന് ഉം. പറയുമ്പോ കഴിഞ്ഞ ആഴ്ച പോയ സ്ഥലത്ത് തന്നെയാണോ? അയ്യോ, ആടെയൊന്നുമല്ല. ഉറപ്പാ? ഇത് ആ ഇത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ആ ഉം. അന്നും അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. നീ നീ തന്നെയല്ലേ പറ്റിച്ചേ? ഞാൻ പറ്റിച്ചാ? എന്നാ നിങ്ങളല്ലേ പറഞ്ഞേ എന്റെ ബന്ധു വീട്ടിലാന്നിട്ട് നേരെ പോയി. ഞാനെന്നാ പറ്റിച്ചിന്? അവിടെ ആളില്ലാതെ വീട്ടിൽ പോയിട്ട് പിന്നെ നിങ്ങൾ പറയുന്ന അവിടെ ആളുണ്ടായിരുന്നു, എവിടെ പോയതാന്നല്ലേ പറഞ്ഞേ? ഞാനാ അവിടെ എത്തിയിട്ട് നിന്നെ അകത്ത് വിളിച്ചിട്ട് നീ വലിയ ഇതല്ലേ കളിച്ചേ. അതൊക്കെ ഒരു ചായയെല്ലാം കുടിച്ച്. ഏ ഏ അല്ല, നീ ആടെ എത്തി പിന്നെ അകത്ത് കയറാണ്ട് ഇങ്ങനെ കളിക്കുന്നു. ഇപ്പൊ ഞാൻ ട്രിപ്പ് പിടിച്ചിട്ട് പോയാലിപ്പോ ഞാൻ എങ്ങനെ വിളിച്ച അകത്ത് വരുവാ? നീ അകത്ത് കയറി കഴിക്കുകയും അതെങ്ങനെയാ അകത്ത് കയറുവാ? ഞാൻ വിചാരിച്ചെന്താ കുറെ ആൾക്കാർക്ക് ഉള്ള വീടാണ്. നമ്മള് ട്രിപ്പ് പോയാല് സാധാരണ നമ്മള് ഡ്രൈവർമാർ പുറത്ത് വണ്ടിയിൽ ഇരിക്കില്ലേ ചെയ്യാ? അല്ല, ഞാനും ട്രിപ്പ് പോയാൽ അങ്ങനെയല്ലല്ലോ സാധാരണ. സാധാരണ ട്രിപ്പ് പോയാൽ അങ്ങനെയല്ലെന്ന് പറഞ്ഞാല് അതാദ്യമായിട്ടല്ലേ, ഞാനറിയില്ലല്ലോ. അങ്ങനെ നിങ്ങള് അങ്ങനെ ഒരു വീട് പ്ലാൻ ചെയ്തിട്ട് പോയാൽ നിനക്കറിയില്ലല്ലോ. ഉം. അതെ, അതുകൊണ്ടാണ് നീ അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, നീ ഇപ്പം പറയുന്നത് ന്യായം പറ്റിക്കുന്നല്ലേ? അല്ല, അവിടെ ആളില്ലാന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയില്ലേ? അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ആ അവിടെ തന്നെ അതെ കൂട്ടിയിട്ട് പോയത്. അതെ. എന്നിട്ട് അന്ന് ഞാൻ ചോദിച്ചിരുന്നു പറഞ്ഞല്ലേ ഇവിടെ ആളുണ്ടെന്നും പോയതാണ്. സത്യം പറഞ്ഞാല് നിങ്ങളെ ആരെയോ വീടല്ലേ അത്, ചാവിയിൽ നിങ്ങളുടെ കൈമ തന്നെ ഉള്ളേ. എന്നെയും ഉം. കൂട്ടി അവിടെ പോയതല്ലേ എന്നിട്ട്? ആ ആ നമ്മള് അതെ ഒരു ഇതെല്ലാം വെക്കാന്ന് വിചാരിച്ചിട്ടല്ലേ നിന്നെയും കൂട്ടി പോയത്. ഇത് വെക്കാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ചായയും തന്ന് ലാസ്റ്റത്ത് വെപ്പിക്കുകയും ചെയ്തു. അത് ആ അതുപോലെ ഇപ്പം പറ്റിക്കൂല കേട്ടാ. ഇത് ശരിക്കും ഉള്ളതാണ്. ഉറപ്പാ? എനക്ക് തോന്നുന്നില്ല ഇത് വേറെ എന്തോ എന്നെ. അതൊന്നുമല്ല, ഉം, ഇത് ഉറപ്പാണ്. നീ വന്നാ മതി. അന്നും അങ്ങനെ പറഞ്ഞത്. ഞാനേ ഞാൻ അല്ല, ഉം, അതിന് ശേഷം എനക്കൊരേ കുറ്റബോധം കേട്ടാ. എന്നിട്ട് എല്ലാ ഞാനറിയാം ഇങ്ങനെ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ട്രിപ്പ് പിടിച്ച് പോയെന്ന്. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് പറയണ്ടേ? ഇല്ല, എങ്ങനെ നിന്നോട് ഞാൻ പറയാ? ഓ, അത് പറഞ്ഞാലും നീ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും വരാതിരിക്കുക. നമ്മള് അധികം എന്നെ തന്നെ ഇത്രയും കാലം ട്രിപ്പ് പിടിച്ചിട്ട് അങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടെങ്കിൽ എന്നോടും കൂടി പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലൊക്കെ വരൂലേ? എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും നീ മോശമൊന്നുമല്ല കേട്ടാ. അല്ല, അതാ പറഞ്ഞ ഞാൻ മോശമൊന്നുമല്ല. പക്ഷെ അന്നത്തത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ചായയൊക്കെ തന്നിട്ട് പിന്നെ എന്റെ ബാക്കിൽ എന്റെ ബാക്കിൽ വന്നു നിന്നിട്ട് ബാക്കിലോട്ട് എന്നെ ഒപ്പടങ്ങ് പിടിക്കുമെന്ന് ഞാൻ എപ്പം വിചാരിച്ചിനാ. എന്തോ ചായയും ഗ്ലാസ് വീണ് പൊളിയാതെ എന്തോ ഭാഗ്യം. അല്ല, എനിക്ക് ഞാൻ ചായ തന്നപ്പോ നീ എന്തിനാ എന്റെ കൈ കയറി പിടിക്കുന്നു? ശരി, അത് പിടിച്ചു പോയതല്ലേ, ഉം. അത് അറിയാണ്ട് അനക്ക് പിടിച്ചു പോയതല്ലേ. മനസ്സിലായിരുന്നു. എന്ത് പറഞ്ഞ? ഉം. എന്ത് അറിയാതെ അത് പിടിച്ചതാണോ? മോശമല്ലാന്ന്. മോശമല്ലാന്നോ? ആള് മോശമല്ലാന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, അത് ശരി. ഇത്രയും കാലം എന്റെ ഓട്ടോയിൽ വന്നിട്ട് അന്നാന്ന് മനസ്സിലായി ഞാൻ ആള് മോശമല്ലാന്ന്. അല്ല, അതുകൊണ്ടല്ലേ അത്ര ധൈര്യത്തിൽ ഞാൻ കെട്ടിപ്പിടിച്ചേ. ആ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഓട്ടോക്കാര് സാധാരണ യാത്രക്കാരോട് മാക്സിമം കാണിക്കേണ്ട ഒരു മര്യാദ നമ്മൾ കാണിക്കുന്നില്ല. ഇങ്ങോട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇഷ്ടമൊക്കെ ക്ലിയറില്ലാതെ. ക്ലിയർ അല്ലേ? ഇപ്പൊ ആയി. നമ്മളെ എന്തോ ഞാൻ റേഞ്ചില്ലാതെ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഓട്ടോക്കാര് നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ ഇരിക്കുന്നത് നമുക്ക് പിന്നെ അങ്ങനെ കൂടുതൽ നമ്മളെ പാസഞ്ചർ അടുത്തൊന്നും പറയാൻ പറ്റില്ല. സ്ഥിരം എന്റെ വണ്ടി തന്നെ പിടിക്കുന്നത് കൊണ്ടു
ഞാൻ എന്താ നോക്കുക ആ ഓട്ടം പോവാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഡീസന്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഉം. പക്ഷെ ഇങ്ങനെ നിങ്ങളെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു സൂചനയൊക്കെ എനിക്ക് ഇതിനു മുന്നേ തരായിരുന്നു. അല്ല, എന്റെ മനസ്സെനക്ക് അറിയില്ലല്ലോ. ഓ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാതെ പറഞ്ഞ കൊണ്ടല്ല, ഇപ്പൊ ആർക്കും പെണ്ണ് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ഉം. കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്നില്ലല്ലോ. ഉം. അപ്പൊ പിന്നെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഒറ്റക്ക്, പിന്നെ ഭർത്താവ് സ്ഥലത്തില്ല, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഉം. അതെ, അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ വിളിച്ചത്. അതെ, എന്നാ പിന്നെ അതാ ഞാൻ പറഞ്ഞേ, എനിക്കും താല്പര്യമൊക്കെ ഉള്ള വിഷയമാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പെരുമാറുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഉം. അങ്ങനെയാണ് ഞാൻ. അങ്ങനെയാണ് നിങ്ങളല്ലേ. ഞാന് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെന്തിനാ എന്റെ വണ്ടി തന്നെ സ്ഥിരമായിട്ട് പിടിക്കുന്നത്? അതെന്താ വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ലേ? നിന്നെ കണ്ടപ്പോ എനക്ക് ഒരു തോന്നി ഇങ്ങനെ വളക്കാൻ പറ്റിയ പറ്റിയ, ആളാണ്. ഓ അത് ശരി, ഇങ്ങനെ വളക്കാൻ പറ്റിയ ആളാന്ന് തോന്നിയിട്ടാ? എനിക്ക് പറ്റിയ ആളാണെങ്കിലല്ലേ. അതത്രേ ഉള്ളൂ. പക്ഷെ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ നിങ്ങള് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറ്റിയ ഒരാളാന്ന്. അതെന്താ? കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല. കാണാൻ നല്ല ഹൈ ലെവലിലും, പിന്നെ കാണാൻ എന്താ പറയാ ഭയങ്കര ഗ്ലാമറൊക്കെ ആയിട്ടുള്ള നമ്മളൊക്കെ ഓട്ടോക്കാരൻ്റെ വിചാരിച്ചിട്ടാ നമ്മള് വരുന്നത്. അപ്പൊ നീ മോശമൊന്നുമില്ല, നമ്മളൊരു ജോലിയൊക്കെ വെച്ചിട്ട് നിങ്ങളെപ്പോലുള്ള ആരും നമ്മളൊന്നും അങ്ങനെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം ഓർക്കാപ്പുറത്തേന്. നിന്നെ കാണാൻ അത്ര മോശമൊന്നുമില്ലല്ലോ. കാണാൻ മോശം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ചെയ്യുന്ന ജോലിക്കും ഒരു ഇതില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും. ആളെ സൗകര്യത്തിന് നോക്കിയിട്ടില്ലല്ലേ. പിന്നെ അന്ന് എന്നെ കൊണ്ടതല്ല ചേച്ചിനെന്ന് വല്ല നിശ്ചയമുണ്ടോ? എല്ലാം നിശ്ചയുണ്ട്. അതുകൊണ്ടല്ലേ നിന്നെ ആദ്യം വിളിക്കുന്നു. വീണ്ടും അതിനാന്നാ? പിന്നല്ലാണ്ട് കാര്യത്തിൽ പറ. ശരിക്കോ? എന്നാ ഞാനില്ല കേട്ടാ ട്രിപ്പിന്. ശരിയാവില്ല കേട്ടാ. അല്ല, അപ്പൊ എവിടെയൊക്കെ പോവാ? ഇത് കുറച്ച് ദൂരെയാ. എവിടെ? ഇതുപോലെ ഒരുപാട് വീടുകളുണ്ടാ കുടുംബത്തില്? ഇത് വീടൊന്നുമല്ല. ഞാൻ ആടി എത്തിയാല് പറഞ്ഞുതരാം. അല്ല, അപ്പൊ ഈ ബാഗില് ഇതിന് വേണ്ടുന്ന ആ സാധനമൊക്കെ ഇപ്പൊ വാങ്ങിച്ചിട്ട് ആണോ പോണത്, അല്ലെങ്കിൽ അന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ സാധനം മേടിച്ചിട്ട് വന്നയാ? നിന്നെ വിളിക്കുന്ന സമയം ഞാൻ ഇതെല്ലാം കരുതിയിട്ടേ വരും. അത് ശരി. അപ്പൊ അതാന്നല്ല ഓടാൻ പറ്റൂലല്ലോ. ഇല്ല, അതാ ഞാൻ വിചാരിച്ചത്. അല്ല, ശരിക്കും അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്? അതില്ലാണ്ടായിക്കൂടെ എന്നാല്? അതെല്ലാം വേണോ? എന്നാലല്ലേ. അതില്ലാണ്ടിരിക്കുമ്പല്ലേ ഒരു രസം. അതിന്റെ ഇടയിൽ എന്തിനാ ഇങ്ങനെ നേരിയൊരാള്? അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് വേണ്ട. നീ തന്നെ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, അതൊന്നും എനക്കും തോന്നി. അത് വേണ്ടേനു. ഒരു സുഖമില്ലല്ലേ? അത് ഇച്ചിരി സുഖം കുറവുണ്ട്. പക്ഷേങ്കില് സുഖം മറ്റേ തന്നെയാട്ടാ കൂടുതൽ സുഖം. എനിക്ക് മനസ്സിലായി. അത് ഇപ്രാവശ്യം അതൊന്നും ഇല്ല. അതൊന്നും വേണ്ട. പിന്നെ അല്ല, അതൊക്കെ എങ്ങനെയാ ചെയ്തേ? എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. തൊട്ട് താഴെയിൽ എങ്ങനെയാണ് ഇത്ര? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്നും എനക്കറിയില്ല കേട്ടാ. അതിലൊക്കെ പോവും. അറിയില്ലായിരുന്നു. അതെങ്ങനെയാ അതെല്ലാം അറിയണ്ടേ? നമ്മളിതെല്ലാം കുറച്ച് ആദ്യമായിട്ടല്ലേ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതെല്ലാം ഉണ്ട് മോനെ. ഇനിയും ഇത് മാത്രല്ല, കുറച്ചും കൂടി അറിയാനുണ്ട് കേട്ടാ. അതറിയാനാണ് വീണ്ടും ട്രിപ്പ് വിളിക്കുന്നത്? അതേന്ന് വിചാരിച്ചു.